ഹലോ. സോ ഇനി നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോമിലെ ചില സ്പെഷ്യൽ ടൈപ്പ് പ്രോബ്ലംസ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതായത് നമ്മൾ ഫൊറിയർ ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇൻ്റഗ്രേഷനിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തി ചെയ്യേണ്ട ചില പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അതെപ്പോഴും സാധാരണ യൂണിവേഴ്സിറ്റികളിൽ അതിങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഷോ ദാറ്റ് ദ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് show that the function f of x is equal to e raised to minus x square by 2 is self reciprocal. അപ്പോൾ ആദ്യം സെൽഫ് റെസിപ്രോക്കൽ എന്താണെന്ന് പറഞ്ഞുതരാം. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി സെൽഫ് റെസിപ്രോക്കൽ if the Fourier transform of f of x is f of omega. A function ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം അതേ ഫോമാറ്റിൽ തന്നെയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്, സാധാരണ നമുക്കറിയാം ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഒരു ഫംഗ്ഷൻ കിട്ടി കഴിഞ്ഞാൽ അത് ഒമേഗയിലുള്ള ഒരു ഫംഗ്ഷനായിട്ടായിട്ട് മാറുക അല്ലേ. ഇപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ, ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. യൂഷ്വലി അങ്ങനെയാണ് ഉണ്ടാവാറ്. എക്സിലുള്ളൊരു ഫംഗ്ഷൻ ഫൊറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗയിലുള്ളൊരു ഫംഗ്ഷനായിട്ട് കൺവേർട്ട് ആവും അല്ലേ. സോ അത് നമ്മൾ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ, അത് വേറെ ഫംഗ്ഷനാണെന്ന് കാണിക്കാൻ വേണ്ടി ക്യാപിറ്റൽ എഫ് ആണ് യൂസ് ചെയ്യാറ്. സപ്പോസ് ഈ ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് സ്മോൾ എഫ് ഓഫ് ഒമേഗ തന്നെയാണെങ്കിൽ ദെൻ എഫ് ഓഫ് എക്സ് ഈസ് സെൽഫ് റെസിപ്രോക്കൽ. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഫംഗ്ഷൻ തന്നെ വരിക. എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് പകരം അവിടെ ഒമേഗ വരിക. അങ്ങനെയുള്ള ഫംഗ്ഷൻസിന് എഫ് ഓഫ് ഒമേഗ തന്നെയാണെങ്കിൽ അതിനെ സെൽഫ് റെസിപ്രോക്കൽ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഈസ് സെൽഫ് റെസിപ്രോക്കൽ. അതായത് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2ൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടാൽ ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 2 എന്ന് തന്നെ നമുക്ക് ആൻസർ വരണം. അപ്പോഴാണ് സെൽഫ് റെസിപ്രോക്കൽ ആവുക. ഒരു ഫംഗ്ഷൻ്റെ ഒന്നുകൂടി പറഞ്ഞുതരാം. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി സെൽഫ് റെസിപ്രോക്കൽ ഇഫ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് സെയിം ആസ് സ്മോൾ എഫ് ഓഫ് ഒമേഗ. എഫ് ഓഫ് എക്സും എഫ് ഓഫ് ഒമേഗ രണ്ടും സെയിം ആണെങ്കിൽ ദെൻ ദാറ്റ് ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി സെൽഫ് റെസിപ്രോക്കൽ. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ സാധാരണ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് നമ്മൾ എന്താ ഇക്വേഷൻ എന്താ, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by root 2 pi integral minus infinity to plus infinity f of x into e raised to I omega x dx. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ 1 by root 2 pi integral minus infinity to plus infinity e raised to minus x square by 2 ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി എക്സ് അല്ലേ. ഇനി നമുക്കിതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. ദാറ്റ് ഈസ് 1 by root 2 pi. ഇതിങ്ങനെ തന്നെ ഇൻ്റഗ്രേഷൻ ചെയ്യില്ല. സോ ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് 1 by 2 ഞാൻ ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ ബാലൻസ് എക്സ് സ്ക്വയർ വരും പ്ലസ് ഐ ഒമേഗ എന്നുള്ളത് മൈനസ് ഐ ഒമേഗ ബൈ ഇവിടെ 2 വരും. ഓക്കെ, ബൈ അല്ല, ഓൾറെഡി ബൈ 2 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. എക്സ് സ്ക്വയർ മൈനസ് ഒന്നുകൂടി പറഞ്ഞുതരാം. എക്സ് സ്ക്വയർ മൈനസ് 2i ഒമേഗ എക്സ് എന്നാണ് ബ്രാക്കറ്റിൽ ഉണ്ടാവുക അല്ലേ, ഡി എക്സ്. ഞാനതൊന്നുകൂടി എഴുതി തരാം. ദാറ്റ് ഈസ് 1 by root 2 pi ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി 1 by 2 ഔട്ട് സൈഡ് എടുത്താൽ എക്സ് സ്ക്വയർ മൈനസ് 2i ഒമേഗ എക്സ് ആണ് ബാലൻസ് ഉണ്ടാവുക, ഡി എക്സ്. ഇനി ഇവിടെ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. 1 by root 2 pi ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ദാറ്റ് ഈസ് 1 by 2. ഈ പവറിൻ്റെ അവിടെ മാത്രം ശ്രദ്ധിക്കുക. ഇതിനെ ഞാൻ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുകയാണ്. എക്സ് സ്ക്വയർ മൈനസ് 2i ഒമേഗ എക്സിനെ എങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എടുക്കുക. 2i ഒമേഗയാണ്. 2i ഒമേഗയുടെ ഹാഫ് എന്താ വരിക, ഐ ഒമേഗ. സോ നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എടുത്തു, അതിൻ്റെ ഹാഫ് എടുക്കുക, സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുക്കുമ്പോൾ ഐ ഒമേഗ ദി ഹോൾ സ്ക്വയർ വരും. അപ്പോൾ ആ ടേംസ് നമ്മൾ ആഡ് ചെയ്യണം. ഐ ഒമേഗ ഹോൾ സ്ക്വയർ ആഡ് ചെയ്യണം. അതേപോലെ
ഐ ഒമേഗ ഹോൾ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യണം. പവറിലാണ് ഞാൻ ചെയ്തത്, ഇ റേസ് ടു ഇതിൻ്റെ ഉള്ളിലാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1/√2π integral -∞ to +∞ e raised to -1/2. സോ ഇവിടെ വരുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2i ഒമേഗ എക്സ് മൈനസ് ഐ സ്ക്വയർ മൈനസ് അപ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് വരും ഡി എക്സ്. ദാറ്റ് ഈസ് 1/√2π ഇൻറ്റഗ്രൽ -∞ to +∞. ഇനി ആദ്യത്തെ 3 ടേം ഇപ്പോൾ നമുക്ക് ഈ 3 ടേം a - b ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് വരിക. 1/2 ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാനിതിന് എക്സ് മൈനസ് ഐ ഒമേഗ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. ശരിയല്ലേ? നോക്കിക്കേ, a - b ഇതിൻ്റെ എക്സ് സ്ക്വയർ മൈനസ് 2i ഒമേഗ എക്സ്, അടുത്തത് പ്ലസ് അല്ലേ വരിക, അപ്പോൾ മൈനസ് ഐ ഒമേഗ. ഈ 3 ടേം a - b ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് വരിക. ബാക്കിയുള്ളത് ഇവിടെ വരുന്നത് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇവിടെ പവറിൻ്റെ -1/2ൻ്റെ കഴിഞ്ഞിട്ടാണ് ഇത്രയും ടേംസ് വരുന്നത്. ഓക്കെ, ഡി എക്സ്. അപ്പോൾ ദാറ്റ് ഈസ് 1/√2π ഇൻറ്റഗ്രൽ -∞ to +∞. ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇ റേസ് ടു -1/2 എക്സ് മൈനസ് ഐ ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു -ω²/2 ഡി എക്സ്. സ്പ്ലിറ്റ് ചെയ്തു ആദ്യത്തെ ഒരു ടേം, ദെൻ ഇൻറ്റു അടുത്ത ഇ റേസ് ടു -ω²/2. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇ റേസ് ടു -ω²/2 എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. സോ ഈ ഫംഗ്ഷൻ നമുക്ക് ഔട്ട്സൈഡ് വി ക്യാൻ ടേക്കൺ ഔട്ട്സൈഡ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഇ റേസ് ടു -ω²/2 √2π ഇൻറ്റഗ്രൽ -∞ to +∞ ഇ റേസ് ടു ഇതിനെ ഞാൻ എക്സ് മൈനസ് ഐ ഒമേഗ √2 ദി ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതണം. കാരണം ഈ 1/2 കണ്ടോ, അത് നമ്മൾ സ്ക്വയറിൻ്റെ ഉള്ളിൽ എടുക്കുമ്പോൾ √2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ ഇതുവരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇ റേസ് ടു -x² ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും ടേമിന് ബ്രാക്കറ്റിലുള്ള ഇത്രയും ടേമിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഇൻ്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ ഇതാ പുട്ട് എക്സ് മൈനസ് ഐ ഒമേഗ √2 = t. അപ്പോൾ അതെന്ത് വരും? ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് √2 = dt. ഐ ഒമേഗ √2 കോൺസ്റ്റൻ്റ് അല്ലേ? സോ ഡി എക്സിൻ്റെ സ്ഥാനത്ത് √2 dt എന്ന് വരും. ഇനി ലിമിറ്റിൽ വ്യത്യാസം വരില്ല, കാരണം എക്സ് -∞ ആകുമ്പോൾ ടിയും -∞ വരും, എക്സ് +∞ ആകുമ്പോൾ ടിയും. അപ്പോൾ ലിമിറ്റ് മാറുന്നില്ല. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? അതായത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു -x²/2 ഇവിടുന്നാണ് തുടങ്ങിയത് നമ്മൾ അല്ലേ? സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ റേസ് ടു -ω²/2 √2π ഇൻറ്റഗ്രൽ -∞ to +∞ ഇ റേസ് ടു എക്സ് മൈനസ് ഐ ഒമേഗ അപ്പോൾ എന്ത് വരും? t² dt എന്ന് വരും. ഓക്കെ, ഇത് വരും. ഇ റേസ് ടു √2 dt കൂടി വരും, √2 dt. ഓക്കെ, dt dx therefore dx = √2 dt ആണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ √2 dt എന്ന് വരും. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ഇ റേസ് ടു -ω²/2 √2π. ഈ √2ഉം √2ഉം ക്യാൻസൽ ആവും. ബാക്കി ഇൻ്റഗ്രൽ -∞ to +∞ ഇ റേസ് ടു -t² dt എന്ന് വരും. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു റിസൾട്ടാണ് ഈ ഇൻ്റഗ്രൽ -∞ to +∞ ഇ റേസ് ടു -t² വാല്യൂ √π ആണ്. ഈ റിസൾട്ട് ഓർത്ത് വയ്ക്കുക. അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെ ആൻസർ √π ആണ്. സോ നമ്മളതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ റേസ് ടു -ω² √π ഇൻറ്റു √π എന്ന് വരും.
സോ നമുക്ക് എന്താ ആൻസർ കിട്ടും? ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ 2. അതായത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 2 തന്നെ വരും. Therefore e raised to minus x square by 2 is self reciprocal. അപ്പോൾ ഈ പ്രോബ്ലം കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആണ്. ഇവിടെ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഫംഗ്ഷൻ സെൽഫ് റെസിപ്രോക്കലാണ്. അതായത് ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടപ്പോൾ അതേ ഫംഗ്ഷൻ വന്നു. ഇവിടെ എക്സിന് പകരം ഒമേഗ ആയി എന്നുള്ളൂ, ഫംഗ്ഷൻ ചേഞ്ച് ആവുന്നില്ല അല്ലേ? അതുകൊണ്ട് നമുക്കതിന് സെൽഫ് റെസിപ്രോക്കൽ എന്ന് വരും. അപ്പോൾ ഇവിടെ ചെയ്ത മെത്തേഡ്സ് ഈ റേസ് ഇതൊന്ന് നിങ്ങൾ ചെയ്ത് പഠിക്കണം വേണം. ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുകയാണ് ചെയ്തത്. പെർഫെക്റ്റ് സ്ക്വയർ ആക്കി അതിൽ നിന്ന് കോമൺ ടേംസ് ക്യാൻസൽ ചെയ്തു, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്തു. അപ്പോൾ ഒന്നും കൂടി ഇത് നമുക്ക് ഈ പ്രോബ്ലം നല്ലപോലെ ചെയ്ത് പഠിക്കണം. ഇനി ഇതേപോലെ ഞാൻ വേറൊരു പ്രോബ്ലം കൂടി തരാം. ഇതേ ഫംഗ്ഷൻ തന്നെ നമ്മളടുത്ത് ഇപ്പോൾ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ചോദിക്കുകയാണ്. ഇതേ ഫംഗ്ഷൻ തന്നെ, ക്വസ്റ്റ്യൻ വേറെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് സെൽഫ് റെസിപ്രോക്കലാണെന്ന് പ്രൂവ് ചെയ്യാൻ. ഇനി ഫൈൻഡ് ദ Fourier cosine transform of e raised to minus x square അല്ലേ? അപ്പോൾ ഫൊറിയർ നമുക്ക് കാണാമല്ലോ, ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം നമ്മൾ എഫ് സി ഓഫ് ഒമേഗ എന്നാണ് ഡിനോട്ട് ചെയ്യുക അല്ലേ? ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഡിനോട്ടഡ് ബൈ എഫ് സി ഓഫ് ഒമേഗ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെ കണ്ടുപിടിക്കുക? root of 2 by pi and equation integral 0 to infinity f of x into cos omega x dx. ഇതാണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ. എഫ് സി ഓഫ് ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മളിവിടെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ഇത് കണ്ടു, ഇ റേസ് ടു മൈനസ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് എഫ് സി ഓഫ് ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഹിയർ എഫ് ഓഫ് എക്സ് ഇസ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് അല്ലേ? സോ ഇതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റില്ല. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇ റേസ് ടു മൈനസ് എക്സ് മാത്രമുള്ളെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് തന്നെ. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. അപ്പോൾ ഡി ബൈ ഇപ്പോൾ എഫ് സി ഓഫ് ഒമേഗയാണ് എൽ എച്ച് എസിലുള്ളത് അല്ലേ? ദാറ്റ് ഈസ് ഡി ബൈ ഡി ഒമേഗ ഓഫ് എഫ് സി ഓഫ് ഒമേഗ is equal to റൈറ്റ് ഹാൻഡ് സൈഡ് റൂട്ട് ഓഫ് 2 by ഇൻറ്റഗ്രലിൻ്റെ അകത്താണ് നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത്. ഇ റേസ് ടു മൈനസ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഈസ് കോൺസ്റ്റൻറ്റ്. സോ ദാറ്റ് വി ക്യാൻ റിട്ടേൺ ആസ് നൗ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഒമേഗ എക്സ്? കോസ് ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? മൈനസ് സൈൻ ഒമേഗ എക്സ് ഇൻ ടു, ഇനി വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവും കൂടി നമ്മൾ ഇൻഡ്യൂസ് ചെയ്യണം. എന്താ ഡെറിവേറ്റീവ് വരിക? വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ആകുമ്പോൾ ഡെറിവേറ്റീവ് എക്സ് എന്ന് വരും, എക്സ് ഡി എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് അതിന് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 2 by pi. ഇനി ഞാൻ ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ മൈനസ് 2x എന്ന് വരുത്താൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 1/2 ഇൻറ്റഗ്രേഷൻ്റെ ഔട്ട് സൈഡ് എഴുതുന്നു. അപ്പോൾ ഇവിടെ ഈ സൈൻ ഒമേഗ എക്സ് ആദ്യം എടുത്ത് എഴുതി, പിന്നെ ബാലൻസ് ഉള്ളത് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, ദെൻ മൈനസ് 2x ഉണ്ട്. ഞാൻ എന്താ ചെയ്തത്? ഒരു 1/2 മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ ഒരു രണ്ടെണ്ണം ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറും ഈ 2x കൂടി ഒന്നിച്ച് എഴുതിയെന്ന് മാത്രം. അതെന്തിനാ വെച്ചാൽ ഈ ഇ റേസ് ടു മൈനസ് ഇവിടുത്തെ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് തന്നെയാണ് 2x. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ആ രീതിക്ക് വേണ്ടി നമ്മളിതിനെ മാറ്റി എഴുതി. ഫസ്റ്റ് ചെയ്തു, ഡെറിവേറ്റീവ് കണ്ടു, രണ്ട് സൈഡും ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ കണ്ടു. അപ്പോൾ റൂട്ട് ഓഫ് 2 by pi ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് 1/2 ഇൻറ്റു 2 എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാണ്. സോ ഇത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കുക, രണ്ടാമത്തെ ഇത് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കുക. ഈ ബ്രാക്കറ്റിലുള്ളത് കംപ്ലീറ്റ് സെക്കൻഡ് ഫംഗ്ഷൻ. സോ നമുക്ക് എഴുതുന്നത് റൂട്ട് ഓഫ് 2 by pi 1/2 ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദിസ്, ഇൻറ്റഗ്രൽ ഓഫ് നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി. ഇൻറ്റഗ്രൽ ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 2x dx ചെയ്ത് നോക്കിയാൽ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ തന്നെ വരും.
കാരണം ഈ എക്സ് സ്ക്വയറിന് ടി എന്ന് കൊടുക്കുക നിങ്ങൾ. അപ്പോൾ ടി ഇ റേസ് ടു മൈനസ് ടി ഡി ടി വരുമ്പോൾ ഇ റേസ് ടു മൈനസ് ടി തന്നെ വരും. ഇതിൻ്റെ ഡെറിവേറ്റീവ് തന്നെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 2x dx വരുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഈ രണ്ട് ടേമിൻ്റെയും കൂടി ഇൻറ്റഗ്രൽ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ തന്നെ വരും. ലിമിറ്റ് 0 to ഇൻഫിനിറ്റി കൊടുക്കും. മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ എക്സ്, സൈൻ ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ എക്സ് ഇൻറ്റു വിത്ത് റെസ്പെക്ട് നമ്മളിപ്പോൾ എക്സ് ആണ് ചെയ്യുന്നത് അല്ലേ, അപ്പോൾ ഇൻറ്റു ഒമേഗ എന്ന് വരും. ദെൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ, ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്ത് തന്നെ വരും? ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് തന്നെ വരും. 0 to ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എഴുതിയതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ ഒമേഗ എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ ഈ ബ്രാക്കറ്റിലുള്ളത് അത് ഇൻ്റഗ്രേഷൻ ചെയ്തു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഈ ബ്രാക്കറ്റിലുള്ളതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ തന്നെയാണ്. അപ്പോൾ അത് ഇൻ്റഗ്രേഷൻ ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2/π ഇൻറ്റു 1/2. ഇനി ഇവിടെ ലിമിറ്റ് കൊടുത്ത് നോക്കിയേ. അപ്പോൾ എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്, അതുപോലെ സൈൻ 0. അപ്പോൾ ഈ ടേം കംപ്ലീറ്റ് 0 ആവും. ദെൻ മൈനസ് ഒമേഗ പുറത്തെടുത്തു, ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി, ബാക്കി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ്, അപ്പോൾ ഇവിടെ നമ്മളിതിനെ 1/2, അതായത് ഈ മൈനസ് ഒമേഗ/2, ഈ മൈനസ് ഒമേഗ/2 എടുത്തു, ബാക്കിയുള്ളത് റൂട്ട് ഓഫ് 2/π ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഈ മൈനസ് ഒമേഗ/2 ആദ്യം എഴുതി, പിന്നെ റൂട്ട് ഓഫ് 2/π ഉണ്ട്, പിന്നെ ഇൻറ്റു ഈ ഇൻറ്റഗ്രലും എഴുതി. ഇനി ഇതെന്താ? റൂട്ട് ഓഫ് 2/π ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇക്വേഷൻ 1 തന്നെയാണ്. റൂട്ട് ഓഫ് 2/π ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി നമ്മൾ എഫ് സി ഓഫ് ഒമേഗ എന്നല്ലേ കൊടുത്തിരിക്കുന്നത് ഇക്വേഷൻ 1-ൽ. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഈ റൂട്ട് ഓഫ് 2/π അതിനെ നമുക്ക് എഫ് സി ഓഫ് ഒമേഗ തന്നെ കൊടുക്കാം അല്ലേ, ദാറ്റ് ഈസ് മൈനസ് ഒമേഗ/2 എഫ് സി ഓഫ് ഒമേഗ. അത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇക്വേഷൻ 1-ൽ നമ്മൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കയ്യിലുള്ളത് d/d ഒമേഗ ഓഫ് എഫ് സി ഓഫ് ഒമേഗ ഈക്വൽ ടു മൈനസ് ഒമേഗ/2 ഇൻറ്റു എഫ് സി ഓഫ് ഒമേഗ എന്ന് വരും. ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് വേരിയബിൾ സെപ്പറബിൾ ഫോം അല്ലേ. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇതാ d/d ഒമേഗ എഫ് സി ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഡി ഓഫ് എഫ് സി ഓഫ് ഒമേഗ അല്ലേ ബൈ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ/2 എഫ് സി ഓഫ് ഒമേഗ. അപ്പോൾ ഞാനിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണു. അപ്പോൾ ന്യൂമറേറ്റർ അങ്ങനെ എഴുതി, ഡി ഓഫ് എഫ് സി ഓഫ് ഒമേഗ. ഇനി ഈ എഫ് സി ഓഫ് ഒമേഗ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ എടുത്ത് താഴത്തേക്ക് കൊണ്ടിരുന്നു. എഫ് സി ഓഫ് ഒമേഗ ഈക്വൽ ടു മൈനസ് ഒമേഗ/2 ഇൻറ്റു ഡി ഒമേഗ. ഈ ഡി ഒമേഗ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? ഡി ഒമേഗ. ഇപ്പോൾ എഫ് സി ഒമേഗയുടെ ഫങ്ഷൻസൊക്കെ ഒരു ഭാഗത്തേക്കാക്കി, ബാക്കി ഒമേഗ മാത്രമുള്ളത് ഇങ്ങനെ എഴുതി അല്ലേ, ഡി എഫ് സി ഓഫ് ഒമേഗ ബൈ എഫ് സി ഓഫ് ഒമേഗ ഈക്വൽ ടു. ഇനി നമ്മളിത് ഇൻ്റഗ്രേഷൻ ചെയ്യാണ്. എങ്ങനെ ഇൻ്റഗ്രേഷൻ ചെയ്യാം? സോ ഇൻ്റഗ്രേറ്റിംഗ് ദിസ്, ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് സി ഓഫ് ഒമേഗ ബൈ എഫ് സി ഓഫ് ഒമേഗ ഈക്വൽ ടു മൈനസ് ഒമേഗ/2 ഡി ഒമേഗ. അപ്പോൾ നോക്കേ, ഇപ്പോൾ 1/x ഇവിടെ ഈ എഫ് സി ഓഫ് ഒമേഗയുടെ ഡെറിവേറ്റീവ് തന്നെയാണ് മുകളിൽ, ഡെറിവേറ്റീവ് എഫ് സി ഓഫ് ഒമേഗ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ബൈ അല്ലേ, സോറി എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എഫ് ഓഫ് എക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ഈ താഴെ എഴുതുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് തന്നെയാണ് മുകളിലെങ്കിൽ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ലോഗ് എഫ് ഓഫ് എക്സ് വരിക. ഇതൊരു റിസൾട്ടാണ്. അതേപോലെ ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എഫ് സി ഓഫ് ഒമേഗ ബൈ എഫ് സി ഓഫ് ഒമേഗ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് നമ്മളിവിടെ ചെയ്യുന്നത്, ഡി ഓഫ് ഒമേഗയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ലോഗ്
എഫ് സി ഓഫ് ഒമേഗ എന്ന് വരും ലെഫ്റ്റ് സൈഡിൽ. ദാറ്റ് ഈസ് ഇനി റൈറ്റ് സൈഡ് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ മൈനസ് ഒമേഗയുടെ ഇൻ്റഗ്രൽ ഒമേഗ സ്ക്വയർ ബൈ 2, അപ്പോൾ ഒമേഗ സ്ക്വയർ ബൈ 4 പ്ലസ് കെ എന്ന് വരും. ആൻഡ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ദർഫോർ എഫ് സി ഓഫ് ഒമേഗ എന്താ വരിക? ലോഗ് കളയാൻ നമ്മൾ എക്സ്പൊണൻഷ്യൽ മാറ്റുക. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് കെ എന്ന് വരും അല്ലേ. ഇനി ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് ദാറ്റ് ഈസ് എഫ് സി ഓഫ് ഒമേഗ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇ റേസ് ടു കെ എന്ന് വരും. ഓക്കെ, ഇ റേസ് ടു കെ എന്ന് വരും. ഇത് ഈ എക്സ്പൊണൻഷ്യലിൻ്റെ ഉള്ളിലാണ്. ഈ ഇ റേസ് ടു കെ എന്ന് പറയുന്നത് വീണ്ടും ഒരു കോൺസ്റ്റൻ്റ് അല്ലേ. സോ നമുക്കതിനെ K1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4. അപ്പോൾ എഫ് സി ഓഫ് ഒമേഗ ഈക്വൽ ടു K1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ്, നമ്മളിപ്പോൾ ഏതിൻ്റെ കണ്ടത്? ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിൻ്റെ അല്ലേ, ഇസ് ഈക്വൽ ടു K1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4. ഇതാണ് ആൻസർ. അപ്പോൾ ഫൊറിയർ എഫ് സി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ K1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ K1 കാണുന്നുണ്ട്, അത് നിർബന്ധമൊന്നുമില്ല. K1 കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒമേഗയ്ക്ക് 0 കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെൻ ഒമേഗ ഇസ് ഈക്വൽ ടു 0, ഇവിടെ നോക്കിക്കേ, ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഒമേഗ 0 ആണെങ്കിൽ നമുക്ക് എന്ത് വരും? ഈ ഇക്വേഷനിൽ കൊടുത്താൽ K1 എന്ന് വരും അല്ലേ. ഇനി ഇക്വേഷൻ 1-ലോ, ഫ്രം ഇക്വേഷൻ 1-ൽ വെൻ ഒമേഗ ഈക്വൽ ടു 0, ഏതായിരിക്കും ഇക്വേഷൻ 1? ഏതായിരുന്നു ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ? ഇതായത് എഫ് സി ഓഫ് ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. സോ ഇവിടെ ഒമേഗ 0 ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? എഫ് സി ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു, ഞാനിവിടെ കൊടുക്കാൻ പോവാണ്, എന്താ കിട്ടുന്നത്? എഫ് സി ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ കോസ് 0 1 അല്ലേ, ഡി എക്സ് എന്ന് മാത്രം കിട്ടും. കോസ് ഒമേഗ 0 ആണെങ്കിൽ കോസ് 0 ദാറ്റ് ഈസ് 1 എന്ന് വരും. ആ ഇൻ്റഗ്രൽ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ റൂട്ട് ഓഫ് 2/π. ഇനി ഇവിടെ ഞാൻ പറഞ്ഞുതരാം, ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സിൻ്റെ വാല്യൂ റൂട്ട് പൈ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സിൻ്റെ വാല്യൂ നേരെ ഇതിൻ്റെ പകുതിയാണ് വരിക, റൂട്ട് പൈ ബൈ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ദാറ്റ് ഈസ് ഈ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ റൂട്ട് പൈ വരും, ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് പൈ ക്യാൻസൽ ആവും, റൂട്ട് 2/2 ചെയ്യുമ്പോൾ 1/√2 എന്ന് വരും. അതായത് ഇക്വേഷൻ 1-ൽ എഫ് സി ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ 1/√2 ആണ്. ഇപ്പോൾ കണ്ടുപിടിച്ച സൊല്യൂഷനിൽ K1 ഇസ് ഈക്വൽ ടു എഫ് സി ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ രണ്ടിൻ്റെ LHS ഈക്വൽ ആണല്ലോ. സോ ഫ്രം ദീസ് ടു വി ഗെറ്റ് ആ K1, ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്താ വരുന്നത്? 1/√2 എന്ന് വരും. Therefore Fourier cosine transform of e raised to minus x square equal to 1/√2. K1-ൻ്റെ സ്ഥാനത്ത് ആ 1/√2 കൊടുക്കുക, e raised to minus omega square by 4. സോ ഇതാണ് Fourier cosine transform of e raised to minus omega square by 4. സോ ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കിയുള്ളത് വരെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കണം. ഫൈൻഡ് ദ Fourier cosine transform of x square. അപ്പോൾ ഈ പ്രോബ്ലം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞതൊന്ന് നോക്കി തനിയെ ചെയ്ത് നോക്കണം. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. സോ ശ്രദ്ധിക്കുക. താങ്ക് യു.